നമസ്കാരം. പ്രധാന വാർത്തകൾ. അധികാര കസേര കണ്ടാൽ അവിടേക്ക് തവളകളെ പോലെ ചാടുന്നവരാണ് കോൺഗ്രസ് എംപിമാരെന്ന് CPM നേതാവ് വൃന്ദ കാരാട്ട്. MLA-മാരായ 200 കോൺഗ്രസുകാർ ഇതുവരെ BJP-യിൽ ചേർന്നെന്നും വൃന്ദ കാരാട്ട്. UDF-ന്റെ രാഷ്ട്രീയം അടിമുടി മതേതരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി. സൗഹാർദ്ദം തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്ക് ആരും പിന്തുണ നൽകരുതെന്നും സമദാനി. പകർച്ചവ്യാധി പോലെയാണ് കോൺഗ്രസ് നേതാക്കൾ കളവ് പറയുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് തോൽക്കാൻ വേണ്ടിയാണെന്നും ബ്രിട്ടാസ്. ഒറ്റപ്പാലത്ത് PK ശശി വിജയിച്ചാൽ കാക്ക മലർന്നു പറക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. താൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്നും എതിർ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നും PK ശശി. പെരിന്തൽമണ്ണയിൽ വിജയം തുടരാൻ പ്രചാരണം സജീവമാക്കി നജീബ് കാന്തപുരം MLA. വയോജനങ്ങൾക്ക് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ പദ്ധതി കൊണ്ടുവരുമെന്നും നജീബ് കാന്തപുരം. വാർത്തകൾ വിശദമായി. എവിടെ അധികാര കസേരയുണ്ടോ അവിടേക്ക് തവളകളെ പോലെ ചാടുന്നവരാണ് കോൺഗ്രസിലെ MP-മാരും MLA-മാരുമെന്ന് CPM നേതാവ് വൃന്ദ കാരാട്ട് MP. MLA-മാരായ 200 കോൺഗ്രസുകാർ ഇതുവരെ BJP-യിൽ ചേർന്നതായും അവർ പറഞ്ഞു. LDF അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൃന്ദ കാരാട്ട്. What happened in Trivandrum? 25 seats. Congress vote came down below 1,000. Went to the BJP to help the BJP victory. What are you coming here, Congress leaders, and talking about BJP deal? Arey Baba, please deal with all those of your MPs and MLAs who are running. What is a frog? What is in Malayalam frog? Tawla. Like tavalas. Wherever there is a kursi, power, the tawala will jump. That is what is happening. നീതി ആയോഗ് റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തും കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 1 ലക്ഷത്തിലധികം സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ മാത്രം 2000 സ്കൂളുകൾ പൂട്ടി. എന്നാൽ കേരളത്തിൽ 50,000 ക്ലാസ് മുറികൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി. PG പഠനം വരെ സൗജന്യമാക്കാൻ ഇടത് സർക്കാർ തീരുമാനിച്ചു. LDF പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. In education, Kerala number 1. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. In other states, privatization of education. മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുകയാണ്. More than 1 lakh government schools are shut down. 1 ലക്ഷത്തിലേറെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. In Telangana, under the Congress, 2,000 government schools are shut down. തെലങ്കാനയിൽ 2000 ഗവൺമെന്റ് സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. Privatization of education. സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ വ്യാപകമായി നടക്കുകയാണ്. But here in Kerala, പക്ഷേ കേരളത്തിൽ 50,000 classrooms in government schools have been upgraded to international levels. അലനല്ലൂർ AMLP സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ P മുസ്തഫ അധ്യക്ഷനായി. UT രാമകൃഷ്ണൻ, ജോസ് ബേബി, P മണികണ്ഠൻ, KS സുദർശനകുമാർ, K രവികുമാർ, K രാമകൃഷ്ണൻ, അബ്ദു കാരക്കുളവൻ, V അബ്ദുൾ സലീം, V പ്രജീഷ്, സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. UDF-ന്റെ രാഷ്ട്രീയം അടിമുടി മതേതരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി N ഷംസുദ്ദീന്റെ വ്യാഴാഴ്ചയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം കുമരംപുത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സമുദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുപോകാൻ UDF-ന് മാത്രമേ കഴിയൂ എന്ന് സമദാനി പറഞ്ഞു. കേരളത്തിലെ സാമുദായിക സൗഹൃദം തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവരുണ്ട്. സാമൂഹിക സൗഹൃദം നാടിന്റെ വിലമതിക്കാനാവാത്ത സ്വത്താണ്. അത് കാത്തു സൂക്ഷിക്കണം. സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയം ആരും പുലർത്താൻ പാടില്ല. അതാണ് UDF-ന്റെ അടിസ്ഥാന രാഷ്ട്രീയമെന്നും സമദാനി പറഞ്ഞു. മണ്ണാർക്കാട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക യേശുദാസിന്റെ മാർഗഴിയിൽ മല്ലിക പൂത്താൻ മണ്ണാർക്കാട് പോരം എന്ന വരികളാണെന്നും
മണ്ണാർക്കാടെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക യേശുദാസിന്റെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന വരികളാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഗാനം ആലപിക്കുകയും ചെയ്തു. ഞാൻ ഈ മണ്ണാർക്കാട് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരെ ദാസേട്ടൻ്റെ പാട്ടാണ്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. എപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും മനസ്സിന്ന് പോകാത്ത ഈ തവണ വോട്ടെണ്ണുമ്പോൾ ശംസുദ്ദീൻ്റെ ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കണം. ഒരു പൂരത്തിൻ്റെ വർണ്ണശബളിമയാണ്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. ആ പാട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ. അതിൽ ഓരോ വാക്കും പഴയ മലയാളമാണ്. മണ്ണാർക്കാട്ടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ പാടേണ്ട വാക്കുകളാണ് അതിലോരോന്നുള്ളത്. കണ്ണേ നിൻ കൈ പിടിച്ച് കാവ് ചുറ്റണ നേരം, ചിന്നക്കട പെരിയ കട സിന്ദൂരക്കട കേറാം. കെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മംഗലം, പൊൻപാറ കോയക്കുട്ടി, എ അസീസ്, പി ആർ സുരേഷ്, പി അഹമ്മദ് അഷഫ്, അസീസ് ഭീമനാട്, ടി എ സലാം, കെ ആലിപ്പുഹാജി, റഷീദ് ആലായൻ, ഹുസൈൻ കൊളശ്ശേരി, പി മുഹമ്മദ് അലി അൻസാരി, അബൂ വറോഡൻ, അസീസ് പച്ചേരി, എ കെ രാമചന്ദ്രൻ നായർ, പി എം സലാഹുദ്ദീൻ, സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. പകർച്ചവ്യാധി പോലെയാണ് കോൺഗ്രസ് കളവ് പറയുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. വയനാട് ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് കോൺഗ്രസ് പിരിച്ച പണം വെറും കല്ല് മാത്രമായാണ് അവിടെ ഉള്ളതെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. വല്ലപ്പുഴയിൽ മീറ്റ് ദ ബ്രിട്ടാസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി MP പ്രിയങ്ക ഗാന്ധി 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നും ആ കോൺഗ്രസ് ആണ് വാക്ക് പാലിക്കുന്നതിനെക്കുറിച്ചും കേരളത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നതെന്നും ബ്രിട്ടാസ് വിമർശിച്ചു. പകർച്ചവ്യാധി പോലെയാണ് ഈ കോൺഗ്രസ്സുകാർക്ക് കളവ് പറിച്ചത്. കല്ലു വെച്ചെന്നാണ് ഒരു ഉറപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ കഴിയുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് CPM പിരിച്ച പൈസ കൊടുത്തിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ MAVV അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു. ശേഖരിച്ച പൈസ പാടെ കൊടുത്തതിന്റെ കണക്ക്. ഇവരെത്ര പൈസയാണ് ശേഖരിച്ചത്? സത്യമാമേ, കോൺഗ്രസ്സുകാർ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് 150 കോടി രൂപയോളം യൂത്ത് കോൺഗ്രസ്സുകാരും വനിതാ കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഓവർസീസ് കോൺഗ്രസും എല്ലാം കൂടെ പിരിച്ച് 150 കോടി. ആ 150 കോടി ഇപ്പൊ എവിടെയാണുള്ളത്? 2 കല്ലായിട്ട് അവിടെ വയനാട് കല്ലായിട്ട്. ആ കല്ല് തന്നെയാണ് എടുത്തിട്ട് പോയത്. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടി എൻ്റെ MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ. 1 കോടി രൂപ വയനാടിന്റെ MP ആയ പ്രിയങ്ക ഗാന്ധി 1 രൂപ പോലും അവിടെ കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. ഇവരാണ് വന്നിട്ട് വാക്ക് പാലിക്കുന്നതിനെ കുറിച്ചും കേരളത്തിന്റെ വികസനത്തെ കുറിച്ചും കേരളത്തിന്റെ ക്ഷേമത്തെ കുറിച്ചും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ചും നമുക്ക് ക്ലാസ് കൊടുക്കുന്നു. അത് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഒരാട്ടും ഒരു തുപ്പുകൊള്ളു എടുത്തേക്ക്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണം എന്നതല്ല വിഷയം. പ്രധാനമന്ത്രി പദം വരെ കിട്ടി വേണ്ടെന്ന് വെച്ച പാർട്ടിയാണിത്. സോണിയാഗാന്ധിയോട് വർഗീയ കക്ഷിയായ BJPയെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ അധികാരം കിട്ടിയാൽ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും ബ്രിട്ടാസ് പറഞ്ഞു. പ്രധാനമന്ത്രി പദം കിട്ടിയ പാർട്ടിയാണ് CPM. വേണ്ടെന്ന് വെച്ചത് 2004 63 MP-മാരെ കൊണ്ട് നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ നമ്മുടെ നേതാവ് ഹർകൃഷ്ണൻ സുർജിത്ത് സോണിയാഗാന്ധിയോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഭരണമല്ല പ്രധാനം, ഈ വർഗീയ കക്ഷിയായ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കോൺഗ്രസുകാർക്കോ ഭരണം മാത്രം മതി, അധികാരം മാത്രം മതി. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടിയാൽ ജനങ്ങളെ വേണമെങ്കിൽ ഒത്തുകൊടുക്കും. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ BJPയിലേക്ക് ചേക്കേറിയത് പണം വാങ്ങിയിട്ടല്ലേ. അതുകൊണ്ട് 10 വർഷം മുമ്പുള്ള ആ ഇരുണ്ട കാലത്തേക്ക്
പരിപാടിയിൽ പങ്കെടുത്തവരുമായി അദ്ദേഹം ചോദ്യോത്തര സംവാദവും നടത്തി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് UDFന്റെ വ്യാമോഹമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കോൺഗ്രസിനും BJPക്കും കേരളത്തിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങാനുള്ള അവസരം ജനങ്ങൾ ഒരുക്കും. പാലക്കാടും ചുവന്ന് തുടുക്കും. PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് തോൽക്കാൻ വേണ്ടിയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇടതുപക്ഷം ഉജ്ജ്വലമായ വിജയം നേടും. പാലക്കാടിൻ്റെ മണ്ണ് ചുമന്നതാണ്, ഒന്നും കൂടി ചുവന്ന് തുടുക്കും. മുഹ്സിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷം വർദ്ധിക്കും. കേരളത്തിൽ മൂന്നാമത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്ന് ചരിത്രം സൃഷ്ടിക്കും. ഒരിക്കൽ കൂടി കോൺഗ്രസിനും BJPക്കും ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങാനുള്ള ഒരവസരം ജനങ്ങൾ ഒരുക്കും. ഈ ഒറ്റപ്പാലത്ത് PK ശശി മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം CPMന്റെ വ്യക്തികളെ കുറിച്ചൊന്നും ഞാൻ പറയാനാളല്ല. അല്ല, അദ്ദേഹം തോൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കൂടി അദ്ദേഹം പോയി നിന്ന് അത്രേ ഉള്ളൂ. അത് കൂടുതൽ ഗൗരവത്തിലൊന്നും കാണേണ്ട കാര്യമില്ല. ആർക്ക് ശശിക്ക് ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം? പൊതുവെ സംശയമാണല്ലേ? നിങ്ങൾക്ക് തന്നെ സംശയമാണ്. പിന്നെ ബാക്കി ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെയൊക്കെ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞില്ലേന്ന്. ഇനി വോട്ടെടുപ്പ് എന്നുള്ള ഒരു നടപടിക്രമം പോലെ എന്താണ് ഭരണപക്ഷ വിരുദ്ധ വികാരമെന്നുള്ളത് ഇവർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാമോഹമാണ്. അവർക്കിനി വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതുവരെ അങ്ങനെയുള്ള വ്യാമോഹം കാണാനും സ്വപ്നം കാണാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകിയതുകൊണ്ട് അവർ കുറച്ച് ദിവസം കൂടി സ്വപ്നം കാണട്ടെ. ഒറ്റപ്പാലത്ത് PK ശശി വിജയിച്ചാൽ കാക്ക മലർന്നു പറക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. CPM വിട്ടതോടെ ശശി ഒന്നുമല്ലാതായെന്നും P മമ്മിക്കുട്ടി MLA മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഒറ്റപ്പാലത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുക വെച്ചാൽ കാക്ക മലർന്ന് പറക്കുന്നൊക്കെ ആളുകൾ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മലർന്ന് പറക്കില്ലെന്ന് കാര്യം. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ? അതൊക്കെ തന്നെ എന്താ പറയുക, ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു അഭിപ്രായങ്ങളിൽ നിന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒറ്റപ്പാലം മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശിക്ക് ശ്രീകൃഷ്ണപുരം കുളക്കാട്ട് കൃഷി സെന്ററിൽ ആവേശോജ്വലമായ സ്വീകരണം. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഉള്ളതെന്ന് PK ശശി മലബാർ ന്യൂസിനോട് പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം MLA K പ്രേംകുമാർ നടത്തിയ പരാമർശങ്ങൾക്ക് PK ശശി മറുപടി നൽകി. എതിർ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്, എന്നാൽ ജനവിധി മറ്റൊന്നായിരിക്കും എന്നും PK ശശി പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായും കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഈ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും അതിൻ്റെ കൂടെയുള്ള ആളുകൾക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ട്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ള സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിലൊന്നും ഇടപെടാൻ ആർക്കും അധികാരമില്ല, എനിക്കുമില്ല, ആർക്കുമില്ല. ഇപ്പൊ സ്വപ്നം കാണുന്നവർ സ്വപ്നം കാണട്ടെ. ഞാൻ യാഥാർത്ഥ്യത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലുടനീളം ഈ പോസ്റ്ററിന്റെയും ബോർഡിന്റെ എണ്ണപ്പെരുക്കവും നോക്കിയിട്ടല്ല മനുഷ്യന്റെ മനസ്സ് വിധി എഴുതുക. മനുഷ്യന്റെ മനസ്സ് തീരുമാനിക്കുകയാണ്. അവൻ തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആകെ രാഷ്ട്രീയമായിട്ട് മാറുമ്പോൾ ഒറ്റപ്പാലത്തിന് മാത്രമായിട്ട് മാറാതിരിക്കാനാവില്ല. അപ്പൊ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കായി വിപുലമായ ക്ഷേമ പദ്ധതികളാണ് സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തത്. അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, CITU അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ, ഖാദി തൊഴിലാളികൾ എന്നിവരിൽ നിന്നും 1 രൂപ പോലും ഈടാക്കാതെ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ MLAയുടെ സ്പെഷ്യൽ സ്കീമായി നടപ്പിലാക്കും. മണ്ഡലത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതിയും നടപ്പിലാക്കുമെന്ന് PK ശശി പറഞ്ഞു. പ്രത്യേക സ്കീം എന്നുള്ള നിലയിൽ 7 വിഭാഗം തൊഴിലാളികൾക്ക് അവരിൽ നിന്നൊരു പൈസ പോലും പ്രീമിയം വാങ്ങാതെ, പണം വാങ്ങാതെ അവർക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതി, ഇൻഷുറൻസ് കവറേജ് MLAയുടെ സ്പെഷ്യൽ സ്കീം എന്നുള്ള രൂപത്തിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1. ദെൻ നമ്പർ 2, ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഷൊർണൂർ മണ്ഡലത്തിൽ ഞാൻ വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണ്. അത് 5 കൊല്ലം നടപ്പാക്കി. അതേപോലെ ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പദ്ധതികൾ പൂർണ്ണമായും ഈ പറഞ്ഞ 2 പദ്ധതികളും വിജയകരമായി പൂർത്തീകരിക്കും. മറ്റ് ആവശ്യങ്ങളൊക്കെ സർക്കാർ പദ്ധതികളായി നമുക്ക് നടപ്പാക്കാൻ സാധിക്കും.
പിന്നെ 2 ആൾ വീൽ ചെയർ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു സർക്കാർ വേണ്ട, ഞാൻ വ്യക്തിപരമായിട്ട് എടുത്ത് വാങ്ങിക്കൊടുക്കും. ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടും വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ്. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പൂക്കോട്ടുകുന്നിൽ നിന്നാണ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. തുടർന്ന് അകലൂർ, ഒറ്റപ്പാലം, വരോട് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം 7 മണിക്ക് പൂക്കോട്ടുകാവിൽ പര്യടനം സമാപിച്ചു. ഓരോ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് രാഗം കോർണറിൽ നിന്നും പര്യടനം പുനരാരംഭിക്കും. ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, കരിമ്പുഴ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പര്യടനം രാത്രി 7:30 ചെത്തല്ലൂർ കലാലയത്തിൽ സമാപിക്കും. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ 3000 രൂപ വാഗ്ദാനം ചെയ്ത രാഹുൽജി തെലങ്കാനയിൽ 2 വർഷം നൽകിയ 2000 രൂപ വാഗ്ദാനം പൂർത്തിയാക്കണമെന്ന് വൃന്ദ കാരാട്ട്. കോങ്ങാട് നിയോജകമണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ശാന്തകുമാരിയുടെ ഇലക്ഷൻ പ്രചാരണാർത്ഥം നടത്തിയ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു CPM ദേശീയ നേതാവ് വൃന്ദ കാരാട്ട്. കാഞ്ഞിരപ്പുഴ ചിറക്കിപ്പടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുൻ രാജ്യസഭാംഗം കൂടിയായ ദേശീയ നേതാവ് വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. മോദിജി നുണയുടെ ഫാക്ടറിയാണെന്നും രാഹുൽ ഗാന്ധി അതേ പാത പിന്തുടരുകയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ച വൃന്ദ കാരാട്ട് പറഞ്ഞു. തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് എന്താണ് ചെയ്തത്? കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് 3000 രൂപ പെൻഷൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ തെലങ്കാനയിൽ 2000 രൂപ വീതം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന്റെ പിറ്റേ ദിവസം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞത്. 2 വർഷം പൂർത്തിയായിട്ടും ഒരു നയാ പൈസ പോലും നൽകാൻ തയ്യാറായിട്ടില്ലെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. When you come here, tell the people of Kerala how much you have done for Telangana, how much you have done for Karnataka. Talk about the reality in the states where you are ruling. നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് എന്തൊക്കെയാണ് പറയണത്? നിങ്ങൾ ഒന്ന് പറയൂ. തെലങ്കാനയിലും കർണാടകത്തിലും നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? അത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയൂ. They are coming here and making guarantees. അവരിവിടെ വന്ന് ചില ഗ്യാരണ്ടി ഉറപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. 3000 rupees they will give to women. 3000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. Rahulji, please go to Telangana. Please remember your promise to the women of Telangana. Did you or did you not tell them that the next day after Congress government is formed, every woman in Telangana will get 2500 rupees in her bank account? നോക്കൂ, കേരളത്തിൽ വന്ന സ്ത്രീകൾക്ക് 3000 രൂപയുടെ പെൻഷനാണ് വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, നിങ്ങൾ തെലങ്കാനയിൽ എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം 2500 രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരും എന്നാണ്. 2 years have passed. 2 വർഷം കഴിഞ്ഞു. Not a single nikka paisa in a single woman's bank account. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NN കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി. KC റിയാസുദ്ദീൻ, P ചിന്നക്കുട്ടൻ, റസാഖ് മൗലവി, മോഹൻ ഐസക്, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, നിസാർ മുഹമ്മദ്, R അനൂജ് എന്നിവർ പ്രസംഗിച്ചു. വയോജനങ്ങൾക്ക് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ പദ്ധതി കൊണ്ടുവരുമെന്ന് നജീബ് കാന്തപുരം MLA. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ മെക് 7 വ്യായാമ കൂട്ടായ്മയിലെ അംഗങ്ങളെ കാണാൻ എത്തിയതായിരുന്നു നജീബ് കാന്തപുരം MLA. ബുധനാഴ്ച അതിരാവിലെയാണ് മെക് 7 അംഗങ്ങൾ വ്യായാമം ചെയ്യുന്ന പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം എത്തിയത്. സമൂഹത്തിൽ വ്യായാമ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ മെക് 7 മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു. മെക് 7 അംഗങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷം വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തുടങ്ങുമെന്ന് നജീബ് കാന്തപുരം MLA സൂചിപ്പിച്ചു. ക്രിയാ പദ്ധതിയുടെ ഭാഗമായി ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിലാണ് പദ്ധതി തുടങ്ങുക എന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇപ്പോൾ ഗ്രൗണ്ടിൽ മെക് 7ന്റെ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെക് 7 ഉണ്ടാക്കിയ ഒരു കൾച്ചറുണ്ട്. അത് സാധാരണക്കാർ, പലപ്പോഴും പ്രായമുള്ള ആളുകൾ, അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ,
അവരൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യാത്തൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. കുട്ടികൾ ജിമ്മിൽ പോണ പോലെ പ്രായമുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വ്യായാമ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായി അതിനെ മാറ്റിയത് മെക്സവനാണ്. ഞാനും നേരത്തെ മെക്സവൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു ഹെൽത്തി കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. നമ്മൾ ഈ അടുത്ത 5 വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകളിൽ വൈവിധ്യമാർന്ന ഒരു കാര്യം ഗോൾഡൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ആളുകൾ 70 വയസ്സിന് മേലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മളൊരു ഹാപ്പിയസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ നിയോജകമണ്ഡലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രായമുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന, അവർക്ക് സമാശ്വാസം കൊടുക്കുന്ന, അവരുടെ മനസ്സിന് കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾഡ് ഏജ് എന്നല്ല പറയേണ്ടത്, അത് ഗോൾഡ് ഏജ് എന്നാണ് പറയേണ്ടതാണ്. അപ്പോൾ ആ ഗോൾഡ് ഏജ് ആണ് ഒരു 70+ എന്ന് പറയുന്നത്. ആ ഗോൾഡ് ഏജ് എന്ന് പറയുന്ന അവർ 70 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരാണ്. അവർ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ സജീവമാക്കിയ ആളുകളാണ്. അപ്പോൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താ പറയുക, അവർക്കൊന്ന് കേൾക്കാൻ ആൾ വേണം, അവരുടെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ ആൾ വേണം. അതെല്ലാമാണ് അടുത്തൊരു പ്രോജക്റ്റിൽ ഏറ്റവും ഹ്യൂമാനിറ്റേറിയൻ ഒരു ഫേസ് ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അത് ക്രിയ ആയിരിക്കും നടപ്പാക്കുക. ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ PK ശശി വോട്ടർമാരെ നേരിൽ കണ്ട് പ്രചരണം നടത്തി. വ്യാഴാഴ്ച രാവിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഷെഡുംകുന്ന്, കുളക്കാട്ടുകുറിശി, തോട്ടര, തലയണ്ണക്കാട്, മംഗലാംകുന്ന്, തരുവപ്പാലം എന്നിവിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മണ്ടഴി, മുച്ചിത്തിരി, ചോലപ്പാടം, സത്രങ്കാവ്, ഉമ്മനാഴി എന്നിവിടങ്ങളിലും PK ശശി പര്യടനം നടത്തി. മണ്ഡലത്തിന്റെ വികസനത്തിനും ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലിനും തെങ്ങിൻതോപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. UDF പ്രവർത്തകരായ പാലോട് മണികണ്ഠൻ, P ഗിരീശൻ, മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേരി, മണികണ്ഠൻ പാലാംകുഴി, രാജൻ കല്ലംപറമ്പിൽ, K രാമകൃഷ്ണൻ, ഓമന ഉണ്ണി, വിനോജ് രാമൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിനുണ്ടായിരുന്നു. തെങ്ങിൻതോപ്പ്, 4 തെങ്ങുകളടങ്ങുന്ന തെങ്ങിൻതോപ്പ് എന്ന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ 6ാമത്തെ നമ്പറാണ് PK ശശി. 6ാമത്തെ നമ്പറാണ് PK ശശി. അതിന്റെ ബ്രാക്കറ്റിൽ PKS എന്ന് എഴുതിയിട്ടുണ്ടാവും. നേരെയാണ് തെങ്ങിൻതോപ്പ് ചിഹ്നം. CPM-കാർ വേറെ ഒരുത്തനെ പിടിച്ച്, ആ കാലാകുറിശി ഒരുത്തനെ പിടിച്ചൊരു മഹാഭാവ ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഓരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അതൊരു ശശി PK ആണ്. ഇനീഷ്യൽ ഒന്ന് തന്നെയാണ്, പേര് ഒന്ന് തന്നെയാണ്. അപ്പൊ ശശി എന്ന് കണ്ടപാടെ അതിനകത്ത് വോട്ട് ചെയ്തത്. ഇത് പഠിപ്പിക്കണം. നമ്പർ 6 വീടുകളിൽ പോയി പഠിപ്പിക്കണം. നിങ്ങളും ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ജയമല്ലാതെ മറ്റൊന്നും, അതിൽ കുറഞ്ഞ മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമല്ല എന്ന നല്ല ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ കമ്മീഷനിംഗ് 16 കേന്ദ്രങ്ങളിലാണ് നടന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു. ജില്ലയിലെ 16 മണ്ഡലങ്ങളുടെയും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലാണ് EVM കമ്മീഷനിംഗ് നടന്നത്. അതാത് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടന്നത്. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലുകൾ EVM ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റ് സെറ്റിംഗ് പ്രക്രിയയും പൂർത്തിയാക്കി. കമ്മീഷനിംഗിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചു. ഇവ വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. ഷൊർണൂർ മണ്ഡലത്തിൽ P മമ്മിക്കുട്ടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി തെലങ്കാനയിൽ നിന്നുള്ള നേതാവ്.
CPM നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ R. വെങ്കിട്ടാണ് മമ്മിക്കുട്ടിയെ വിജയിപ്പിക്കാൻ പ്രചരണ രംഗത്തുള്ളത്. ഷൊർണൂരിലെ LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടിക്കായി പ്രചാരണ രംഗത്ത് സജീവമാണ് തെലങ്കാനയിൽ നിന്നുള്ള CPM നേതാവ് R. വെങ്കിട്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറിയുമാണ് R. വെങ്കിട്ട്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തും പ്രസംഗിച്ചുമെല്ലാമാണ് അദ്ദേഹം മമ്മിക്കുട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ചെറുപ്പളശ്ശേരിയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. ജനങ്ങളുടെ സർക്കാർ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു റോൾ മോഡലാണ് കേരളത്തിലെ ഇടത് സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ കോർപ്പറേറ്റ് സർക്കാരാണ്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇവിടെ സർക്കാർ നടത്തുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത് കാണാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. The people of Solnuru, they wait for 9th election. In this campaign, I hope last election, Comrade Mammakutti is margin 37,000. Now we cross 50,000. That is our assessment on the elections. Why? Because of the Kerala government, the role model of the people's government. They are implementing the welfare schemes as well as the development. So one is the Gujarat model, Narendra Modi model. Second one is the UDF model, means the Telangana and Karnataka is the model of the people's model. So in Kerala, you are implementing the many welfare schemes. For example, pension scheme, health scheme, education scheme, law and order and etc. In only in Kerala. So not compared to Kerala, any state in India. Kerala is the Kerala. No compared to anyone. അലനല്ലൂർ കണ്ണംകുണ്ട് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ഉദ്ദേശിച്ച പ്രവൃത്തികളല്ല നടക്കുന്നതെന്ന് പ്രദേശവാസികളുടെയും ക്ലബ് അംഗങ്ങളുടെയും ആരോപണം. കളിസ്ഥലം ലെവലിംഗ് നടത്തേണ്ട പ്രവൃത്തിക്ക് പകരം സൈഡ് കെട്ടൽ മാത്രമാണ് നടക്കുന്നത്. കളിസ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടതിനാൽ 1.5 വർഷമായി സ്ഥലം ഉപയോഗശൂന്യമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് സ്റ്റേഡിയം നവീകരണത്തിനായി അനുവദിച്ചത്. കല്ലുകൾ പൊങ്ങിയ ഭാഗങ്ങൾ നിരത്തി ആധുനിക രീതിയിൽ കളിസ്ഥലമൊരുക്കുകയും ഒപ്പം ഒരു വശം സൈഡ് കെട്ടി സംരക്ഷിക്കുകയുമായിരുന്നു ഉദ്ദേശം. പ്രവൃത്തികളുടെ ഭാഗമായി 4 അടിയോളം ആഴത്തിൽ മണ്ണെടുത്തു. അശാസ്ത്രീയമായായിരുന്നു ഈ മണ്ണെടുപ്പ്. പിന്നീട് ഈ മണ്ണ് തന്നെ ഉപയോഗിച്ച് നിലം സമാന്തരപ്പെടുത്തി. ബാക്കിയുള്ള മണ്ണ് കളിസ്ഥലത്ത് തന്നെ കൂട്ടിയിട്ടു. ഇതോടെ 1.5 വർഷമായി കളിസ്ഥലം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. 10 ലക്ഷം രൂപ കളിസ്ഥലം നവീകരിക്കാനായി അനുവദിച്ചതിൽ 8.5 ലക്ഷം രൂപയും സൈഡ് കെട്ടിനാണ് ഉപയോഗിക്കുന്നതെന്ന് യുവതാര ക്ലബ്ബ് പ്രസിഡന്റ് വിബീഷ് പറയുന്നു. ബാക്കിയുള്ള 1.5 ലക്ഷം രൂപ കൊണ്ട് നിലത്ത് എന്ത് നവീകരണം നടത്താനാണ് ബന്ധപ്പെട്ടവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ വർക്കിന് 10 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് ഈ 10 ലക്ഷം രൂപ ഈ ഗ്രൗണ്ടിൻ്റെ വികസനത്തിന്, അതായത് കളിക്കാനുള്ള നമ്മളെ ഭൂമി ശരിയാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് പിന്നീട് 8 ലക്ഷം രൂപ ഇപ്പോൾ നമ്മളൊക്കെ മുന്നിൽ കാണുന്ന ആ മതിലിന് ചിലവാക്കും. 1.5 ലക്ഷം രൂപ, വെറും 1.5 ലക്ഷം രൂപയും കൊണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ പണി കഴിക്കാം എന്നുള്ളതാണ് അത് അവർ പറഞ്ഞത്. അതിപ്പോൾ ഒരാളോട് ആലോചിച്ചാൽ തന്നെ അറിയാം, ഇത്രയും മണ്ണുകൾ കൂട്ടി ഇത് മണ്ണ് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടാണ്. ഇനിയിപ്പോൾ അതൊക്കെ നടക്കും എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇപ്പോൾ അവർ പറഞ്ഞ 10 ലക്ഷത്തിനുള്ളിൽ ഇനി ആ മതിൽ കെട്ടും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം കൊണ്ട് ഇതിൻ്റെ ബാക്കി വർക്ക് തന്നെ ഇതിൽ നടക്കുമോ എന്നുള്ളതും കാര്യം സംശയം. കാരണം ഇത് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് പോകുന്നത്. ഈ വർക്ക് ഇപ്പോൾ നിന്ന അവസ്ഥയിലുമാണ്. കാരണം മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇതിപ്പോൾ നമ്മളത് ഇട്ടിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മളത് അവരോട് പറഞ്ഞിരുന്നത്. വിഷയം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നു. നേരിട്ട് വന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. ഇതുവരെ ആരും വന്നില്ലെന്ന് യുവതാര ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ കാരാട്ടുതൊടി പറഞ്ഞു. 3-4 അടിയോളം താഴ്ത്തി ഈ മണ്ണ് ഒഴിവാക്കി പുറത്തുനിന്ന് ഗ്രൗണ്ടിന് പ്രത്യേക ക്ലേ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മണ്ണ് കൊടുന്ന് ഫില്ല് ചെയ്ത് വാട്ടർ ചെയ്ത് പോസ്റ്റൊക്കെ നാട്ടി തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ വർക്ക് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലല്ല ഇപ്പോൾ വർക്ക് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഗ്രൗണ്ടിനും 8.5 ലക്ഷം രൂപ ഇപ്പോൾ ഈ കാണുന്ന മതിൽ വർക്കിനാണ് പറയുന്നത്. അപ്പോൾ ഈ ശരിയായ രീതിയിലല്ല ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർസിയറെ പിന്നെ സെക്രട്ടറി സാന്നിധ്യത്തിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനായ AXCയോട് സംസാരിക്കണം, അയാൾക്കാണ് ഇതിൽ പിന്നെ ബാക്കി ഫൈനലായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവരോടൊരു ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡേറ്റ് തരാം, അപ്പോൾ നമുക്ക് കൂടി ആലോചിക്കാം. ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ
ഈ പിന്നെ ഒറിജിനൽ അവസ്ഥ നിജസ്ഥിതി നേരിട്ട് വന്ന് മനസ്സിലാക്കി ഇവിടെ നിന്ന് കൂടിയാലോചിച്ച് സംസാരിക്കാമെന്നുള്ള രീതിയിലാണ് ഡേറ്റ് ചോദിച്ചത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടും ഞങ്ങൾക്ക് ഡേറ്റും കിട്ടിയിട്ടില്ല, അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കളിസ്ഥലത്ത് കൂട്ടിയിട്ട മൺകൂനകളിൽ നിന്നും പൊടി വീടുകളിലേക്ക് എത്തുന്നുണ്ട്. മഴ പെയ്താൽ മണ്ണ് ഒലിച്ച റോഡിലേക്കും വീടിൻ്റെ മുറ്റങ്ങളിലേക്കും എത്തുമെന്ന് പ്രദേശവാസിയായ ദിനേശ് എക്കപ്പത്ത പറയുന്നു. മഴ വന്നു കഴിഞ്ഞാൽ കുത്തിയൊലിപ്പ് കൂടി ഫുള്ള് വെള്ളം വഴി കൂടെ ഒലിച്ചു പോകുന്നത്, പിന്നെ വീട്ടുകാർ തമ്മിലാവും പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇത് അമർത്തി കഴിഞ്ഞാലും തന്നെ പിന്നെ നല്ല മഴ പെയ്താൽ നല്ല കല്ല് പൊന്തുക എന്നല്ലാണ്ട് റോഡൊരു ഉപകാരത്തിലും ഇത് ഗ്രൗണ്ടൊരു ഉപകാരത്തിലും പെടില്ല. റോഡിനും ശല്യം, നാട്ടുകാർക്കും ശല്യം, കുട്ടികൾക്ക് കളിക്കാൻ പറ്റാണ്ടിയാവും. ഉപയോഗശൂന്യമായി ആളുകൾ ഒഴിഞ്ഞതോടെ കളിസ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രവുമായി മാറി. മദ്യപാനം പോലെയുള്ള പ്രവൃത്തികൾ രാത്രികാലങ്ങളിൽ സജീവമാണെന്ന് ക്ലബ്ബ് രക്ഷാധികാരി സുരാജ് കാരാടൻ പറഞ്ഞു. ഇത് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ്. ഇത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മുടങ്ങി മണ്ണും കൂട്ടി ഒരുപാട് സാമൂഹ്യ വിരുദ്ധര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പണ്ട് നമ്മളിവിടെ കുട്ടികൾ കളിക്കുമ്പോൾ ഞങ്ങളൊരു 8 മണി വരെയൊക്കെ ഇവിടെ പ്രാക്ടീസും കളിയും ആൾക്കാരിരിക്കലും ഇതൊക്കെ ആവുന്നുണ്ട്. അങ്ങനത്തെ ശല്യം ഇപ്പോൾ നാട്ടുകാർ സാമൂഹ്യ വിരുദ്ധര പ്രശ്നമുണ്ട്, വെള്ളടി പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒറ്റ സങ്കടമുള്ളൂ, എന്താ അറിയോ, നമ്മളെ നാട്ടുകാരെയും പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ 10 ലക്ഷം നമ്മളിങ്ങനെ ഗ്രൗണ്ട് ക്ലിയർ ആക്കാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു പോയിട്ട് ഇത് എസ്റ്റിമേറ്റ് കൊടുത്ത് കോൺട്രാക്ടർ കൊടുത്തു കഴിഞ്ഞിട്ട് പണി തുടങ്ങി കഴിഞ്ഞിട്ട് ഇവർ പറയാണ് 1.5 ലക്ഷം ഗ്രൗണ്ട് മാത്രം, ബാക്കി 8 ലക്ഷം. മതിൽ പറഞ്ഞാൽ ആ മതിൽ പറ്റ പോയ മതിലൊന്നല്ല, അതിപ്പോൾ ക്ലിയർ ആക്കേണ്ട ഒരാവശ്യം ഉണ്ടാകുന്നില്ല. സൈഡ് കെട്ടിന് അമിത പ്രാധാന്യം നൽകി തുക ചെലവഴിക്കാതെ കളിസ്ഥലം നന്നാക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ 2025-26 വർഷത്തെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ ഡേ ആഘോഷിച്ചു. LKG, UKG വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് കൗതുകകരമായി. ഗ്രാജുവേഷൻ ഡേ ആഘോഷം കുരുന്നുകളിൽ ആഹ്ലാദം നിറച്ചു. പാതാക്കര AUP സ്കൂളിൽ നടന്ന കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ ഡേ ആഘോഷം കുരുന്നുകളിൽ ആഹ്ലാദം നിറച്ചു. കുട്ടികൾ ബിരുദം ഏറ്റുവാങ്ങിയപ്പോൾ രക്ഷിതാക്കൾക്ക് കൗതുകവും സന്തോഷവും തോന്നിയ നിമിഷങ്ങളായി. 250-ലധികം LKG, UKG വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. 2025-2026 അധ്യയന വർഷത്തെ കിൻഡർ ഗാർഡൻ ബിരുദദാന ചടങ്ങ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ ആളുകളും ആവുന്നല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ആ കുട്ടികളുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തീർക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അത് നമുക്കും ഞങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ എന്താ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്ത് നോക്കുകയാണ്. ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ അവർക്ക് കയറാനുണ്ട്, ഒരുപാട് പടികൾ കയറാനുണ്ട്, അവർ ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. അതിൽ തന്നെ ആ സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ ഒറ്റ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവുമല്ല, അതിന് ഒരുപാട് പിരിവുകളുണ്ടാവും. ആ പിരിവുകൾ അവൻ്റെ കഴിവുകൾ നോക്കിയിട്ട് എങ്ങോട്ട് തിരിയണോ എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും അവരെ പ്രസ് ചെയ്തിട്ട്, അല്ലാതെ അവരെ ടൈറ്റ് ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് കയറി പോകണമെന്ന് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർ പോകണമെന്ന് വിചാരിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് അവരെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടെ കയറാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഉയരത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ശ്രീജ PM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. UKG-യിൽ നിന്നും
ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ അവർ ഗ്രാജുവേഷൻ സ്വീകരിക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളെല്ലാവരും ഈ ഒരു ഘട്ടം കടന്നു വന്ന ആളുകളാണ്. ഇതിലിരിക്കുന്ന രക്ഷിതാക്കളിൽ പലരും ഒരുപക്ഷെ നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന ആളുകളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ തന്നെയായിരിക്കും. ഒന്നാം ക്ലാസ്സിലൊക്കെ ചേരുമ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു പ്രയാസമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ 1, 2, 3, 4 ഒക്കെ കഴിഞ്ഞു പോവുകയാണ്, തള്ളിപ്പോവുകയാണ്. ആ കാലഘട്ടവും ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ മക്കൾക്ക് അനുഭവവേദ്യമാകുന്ന ഈ സാഹചര്യങ്ങളും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സ് നിറയുകയാണ്, സന്തോഷമുണ്ട്. കാരണം UKG നിന്നും 1-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ ആദരിക്കുക എന്നത് ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള പാർക്കുകൾ, അതുപോലെ പ്രത്യേകിച്ചും റോബോട്ടിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പുവരുത്തുന്നതിന് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രത്യേക ട്രെയിനറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയിൽ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമ്മുടെ മാനേജ്മെന്റ് ശ്രമിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളിലൂടെ വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി കാലിക പ്രസക്തിയുള്ളതാക്കി മാറ്റാൻ ഒരു പഴയൊരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ കഴിവും കുട്ടികളുടെ അഭിരുചിക്കും അനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ പാതാക്കര സ്കൂൾ കൊണ്ടുവരുവാൻ മാനേജർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, PTA പ്രസിഡന്റ് വിനോദ്, MTA പ്രസിഡന്റ് സെറീന, വിദ്യാർത്ഥി ഫാത്തിമ, റിഫ്ദ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികൾക്കും ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാനതല അബാക്കസ് മത്സരത്തിൽ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയും ടാലന്റ് സെർച്ച് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ ആഡംബരങ്ങൾ ഒഴിവാക്കി താൻ 35 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന വിദ്യാലയത്തിന് മനോഹരമായ ഒരു പാർക്ക് സമ്മാനിച്ച് ഒരു പ്രധാന അധ്യാപിക. അമ്പലപ്പാറ കടമ്പൂർ BVALP സ്കൂൾ ഹെഡ് മിസ്ട്രസ് VM ലീനയാണ് വിരമിക്കാനിരിക്കെ 3 ലക്ഷം രൂപ ചിലവിൽ സ്കൂൾ മുറ്റത്ത് പാർക്ക് നിർമ്മിച്ചു നൽകിയത്. മെയ് മാസത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന ലീന ടീച്ചർക്ക് തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും സ്മരണിക നൽകണമെന്ന ആഗ്രഹമാണ് ഇത്തരമൊരു ഉദ്യമത്തിന് പിന്നിൽ. മറ്റു വിദ്യാലയങ്ങളിലെ കളിസ്ഥലങ്ങൾ കാണുമ്പോൾ തന്റെ സ്കൂളിലെ കുട്ടികൾക്കും അത്തരം സൗകര്യങ്ങൾ വേണമെന്ന ടീച്ചറുടെ ആഗ്രഹം സഹപ്രവർത്തകരും PTAയും നിറഞ്ഞ മനസ്സോടെ പിന്തുണച്ചു. നിർമ്മാണം 2 മാസം കൊണ്ട് സ്കൂൾ മാനേജർ VM ഭാസ്കരൻ നമ്പൂതിരിപ്പാട് സൗകര്യപ്രദമായ സ്ഥലം ഒരുക്കി നൽകിയതോടെയാണ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഊഞ്ഞാലുകൾ ഉൾപ്പെടെ 6ഓളം വ്യത്യസ്ത റൈഡുകളാണ് കുട്ടികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 4-ാം ക്ലാസ് വരെ 370ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ കുരുന്നുകൾക്ക് ഇനി ഉല്ലാസത്തോടെ കളിച്ചു വളരാം. ഒരു വിദ്യാലയം എന്നത് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടമായിരിക്കണം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിന് കളികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ അറിവ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കളികളിൽ നിന്നും വിനോദങ്ങളിലൂടെയും നേടുന്ന അറിവ് പ്രൈമറി തലത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിനായി സുരക്ഷിതമായൊരു കളിസ്ഥലം വേണമെന്ന് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പല സ്ഥലത്തും ഇത്തരം കളിസ്ഥലം കാണുമ്പോൾ നമ്മുടെ സ്കൂളിലും ഇതുപോലൊന്ന് വേണമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞാൻ വിരമിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയാലോ എന്നൊരാശയം എനിക്കുണ്ടായി. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി ഇത് പങ്കുവച്ചു. അവർക്കിത് സന്തോഷമായിരുന്നു. ഞങ്ങൾ മാനേജറോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് അംഗീകരിക്കുകയും അതിനു വേണ്ട സ്ഥലം ശരിയാക്കി തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് PTA, MPT, SSG അംഗങ്ങളുമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അവരും സന്തോഷത്തോടെ ഇതോടൊപ്പം ചേർന്നു. ഇതിനു വേണ്ട കളി ഉപകരണങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തു. പിന്നീട് ഇതിൻ്റെ രൂപരേഖ ഇവിടുത്തെ PTA പ്രസിഡന്റ് ശ്രീ രാജേഷ് വരച്ച് തയ്യാറാക്കി തന്നു.
ഇങ്ങനെ 2 മാസം കൊണ്ട് ഈ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഇതിന് ഡ്രീം പാർക്ക് എന്ന പേരിട്ടത് ഇവിടുത്തെ രക്ഷിതാക്കൾ തന്നെയാണ്. ഇന്ന് ഈ വിദ്യാലയം വെറുമൊരു പഠനകേന്ദ്രം മാത്രമല്ല, കുട്ടികളുടെ ഒരു പ്രിയപ്പെട്ട ഒരിടം കൂടി ആയി മാറുന്നതിന് ഈ പാർക്ക് സഹായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒറ്റപ്പാലം സ്വദേശിനിയായ ലീന ടീച്ചറുടെ ഈ വലിയ മനസ്സിനെ നാട്ടുകാരും രക്ഷിതാക്കളും പ്രശംസിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴും വിദ്യാലയത്തോട് കാട്ടുന്ന ഈ കൂറും സ്നേഹവും വരും തലമുറയ്ക്ക് വലിയൊരു പാഠമാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. പ്രമുഖ വസ്ത്രവ്യാപാര ശൃംഖലയായ കല്യാൺ സിൽക്സിന്റെ യൂത്ത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയോ ഇനി ഒറ്റപ്പാലത്തും. ബ്രാൻഡിന്റെ 12ാമത് ഷോറൂം പാലക്കാട് പൊന്നാനി റോഡിൽ കണ്ണിയമ്പുറത്ത് ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സിൽക്സ് ഫാസിയോ ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അതിവേഗം മാറുന്ന ഇന്റർനാഷണൽ ഫാഷൻ ട്രെൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഫാസിയോയുടെ ലക്ഷ്യം. കേവലം 149 രൂപ മുതൽ ആരംഭിക്കുന്ന വസ്ത്രശേഖരമാണ് ഷോറൂമിന്റെ പ്രധാന ആകർഷണം. ഷോറൂമിലെ 95% ഉൽപ്പന്നങ്ങളും 1000 രൂപയിൽ താഴെ വിലയുള്ളവയാണെന്നത് സാധാരണക്കാരായ ഫാഷൻ പ്രേമികൾക്കും യുവതലമുറയ്ക്കും ഒരുപോലെ ഗുണകരമാകും. കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഒറ്റപ്പാലത്തെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടൊപ്പം ഫാസിയോയുടെ സ്വന്തം പെർഫ്യൂം ബ്രാൻഡായ സ്കിന്നോ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. വിദേശ പെർഫ്യൂമുകളോട് കിടപിടിക്കുന്ന ഗുണനിലവാരമുള്ള സ്കിന്നോ പെർഫ്യൂമുകൾ ആയുർവേദ ചേരുവകളാൽ നിർമ്മിച്ചതാണ്. ഇവ ചർമ്മത്തിന് യാതൊരുവിധ ദോഷവും വരുത്തില്ലെന്ന് ചെയർമാൻ TS പട്ടാഭിരാമൻ വ്യക്തമാക്കി. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇത് 12ാമത്തെ ഫാസിയോന്റെ ഇനോഗ്രേഷനാണ് ഇന്നിവിടെ നടന്നത്. കല്യാൺ സിൽക്കിന്റെ ഒരു സബ് ബ്രാൻഡാണ് ഫാസിയോ. ഞങ്ങൾക്ക് ഇന്നത്തോടു കൂടി 59 ഷോറൂമുകളായി. കല്യാൺ സിൽക്കും സൂപ്പർ മാർക്കറ്റും ഫാസിയോയും കൂടി ചേർന്ന് ഇന്ന് ഞങ്ങൾക്ക് 59 ഷോറൂമായിട്ടുണ്ട്. മാത്രമല്ല ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. എൻ്റെ മകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മഹേഷ് പട്ടാഭിരാമന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തത്. എല്ലാം കൊണ്ടും ഐശ്വര്യമുള്ള ഒരു ദിവസമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 2 മക്കളിൽ ഒരാളാണ് ഇയാൾ. മൂത്താളെന്ന് വേറെ തിരക്കുകാരനെ എത്തിയിട്ടില്ല. എൻ്റെ 2 പേരക്കുട്ടികളാണ് ഇവര്. അപ്പൊ എല്ലാവരും വന്നിട്ടുള്ള ഒരു ദിവസം ഇയാളുടെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഫാസിയോനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാലോ. ഇന്നത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെയിലി മാറണം. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിനോട് എല്ലാവർക്കും താല്പര്യം. ഇതിന്റെ ഞങ്ങളുടെ ടാഗ് തന്നെ ഫാസ്റ്റ് ഫാഷൻ അഫോർഡബിൾ പ്രൈസ് എന്നുള്ളതാണ്. ഫാഷൻ ഡെയിലി മാറുന്ന മാതിരി തന്നെ വളരെ അഫോർഡബിൾ പ്രൈസ്. ബിലോ 1000 ആയിരിക്കും 95% പ്രോഡക്റ്റിന്റെയും വില. അതേമാതിരി തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നോ ഇത് പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമും നമ്മുടെ ഓൺ ബ്രാൻഡാണ്. മറ്റേ വിദേശ പെർഫ്യൂമിനോടൊപ്പം കടപിടിക്കാവുന്ന പെർഫ്യൂമാണത് ഇതെല്ലാം. പക്ഷേ വളരെ അഫോർഡബിൾ പ്രൈസാണ്. മറ്റേ വിദേശ പെർഫ്യൂമുകളൊക്കെ നോക്കുമ്പോൾ അതിലും വളരെ റീസണബിൾ പ്രൈസാണ്. ആയുർവേദം കൂടിയാണത്.
അതുകൊണ്ട് സ്കിന്നിനോ മറ്റു ശരീരം ഒന്നിനും ഒരു പ്രശ്നങ്ങൾ വരികയില്ല. ഇന്നത്തെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചും കൂടി ഇന്നിവിടെ നടന്നു. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ചെയർമാൻ എന്ന പേരിൽ നന്ദി രേഖപ്പെടുത്തുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഏറ്റവും പുതിയ ഡിസൈനുകളാണ് ഫാസിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. 149 രൂപ മുതൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങളാണ് ഫാസിയോയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച അങ്കമാലിയിലും പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കും. ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമന്റെ ജന്മദിനത്തിൽ തന്നെ പുതിയ ഷോറൂം തുറന്നു എന്നത് ഇന്നത്തെ ചടങ്ങിന്റെ മാറ്റുകൂട്ടി. കുടുംബാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ, പ്രദേശത്തെ വ്യാപാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുരുങ്ങിയ ചിലവിൽ മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുന്ന ഫാസിയോ ഒറ്റപ്പാലത്തെ വസ്ത്രവിപണിയിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുമെന്നുറപ്പാണ്. BMS പാലക്കാട് ഡിസ്ട്രിക്ട് ചുമട്ട് മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ഒറ്റപ്പാലത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പത്തിരിപ്പാലം മുതൽ ഒറ്റപ്പാലം വരെയാണ് റാലി സംഘടിപ്പിച്ചത്. BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം റാലി ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ ദിനാചരണം നടന്നു. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ പെസഹ ഓർമ്മ ആചരണത്തിന്റെ ഭാഗമായി കാൽ കഴുകൽ ശുശ്രൂഷയും വിശുദ്ധ ബലിയും ഇടവക വികാരി ഫാദർ വിൻസെന്റ് ഒല്ലുക്കാരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. എളിമയുടെയും സഹനത്തിന്റെയും ക്ഷമയുടെയും പങ്കുവെക്കലിന്റെയും പ്രതീകമായി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചതിന്റെയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെയും സ്മരണ ആചരിക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ചുണ്ടമ്പറ്റ GWLPSന്റെ വാർഷികാഘോഷം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ആശാ ജ്യോതി, അധ്യാപിക മിനി എന്നിവർക്ക് യാത്രയയപ്പും നൽകി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രാജൻ പൂതനായിൽ, സുമയ്യ നാസർ, സുധാകരൻ, അനൂപ്, ശിവശങ്കരൻ, ആശാ ജ്യോതി, ശ്രീമതി മിനി, അംബിക, ഹഫ്സത്ത്, സുനില, ബഷീർ, തസ്നി, ഷൈജു, ശോഭന സുരേഷ്, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും കുമാരി ദേവനശ്രീയുടെ സംഗീത വിരുന്നും ഉണ്ടായി. ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം മംഗളം.
പ്രധാന വാർത്തകൾ വീണ്ടും. അധികാര കസേര കണ്ടാൽ അവിടേക്ക് തവളകളെ പോലെ ചാടുന്നവരാണ് കോൺഗ്രസ് എംപിമാരെന്ന് CPM നേതാവ് വൃന്ദ കാരാട്ട്. MLA-മാരായ 200 കോൺഗ്രസുകാർ ഇതുവരെ BJP-യിൽ ചേർന്നെന്നും വൃന്ദ കാരാട്ട്. UDF-ന്റെ രാഷ്ട്രീയം അടിമുടി മതേതരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി. സൗഹാർദ്ദം തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്ക് ആരും പിന്തുണ നൽകരുതെന്നും സമദാനി. പകർച്ചവ്യാധി പോലെയാണ് കോൺഗ്രസ് നേതാക്കൾ കളവ് പറയുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് തോൽക്കാൻ വേണ്ടിയാണെന്നും ബ്രിട്ടാസ്. ഒറ്റപ്പാലത്ത് PK ശശി വിജയിച്ചാൽ കാക്ക മലർന്നു പറക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. താൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്നും എതിർ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നും PK ശശി. പെരിന്തൽമണ്ണയിൽ വിജയം തുടരാൻ പ്രചാരണം സജീവമാക്കി നജീബ് കാന്തപുരം MLA. വയോജനങ്ങൾക്ക് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ പദ്ധതി കൊണ്ടുവരുമെന്നും നജീബ് കാന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.